ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ 78 സങ്കീർത്തനം അതിൻ്റെ 53 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. അവൻ അവരെ തൻ്റെ വിശുദ്ധ ദേശത്തിലേക്കും തൻ്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരടുകൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകർത്തു കൊടുത്തു. ഇസ്രായേൽ ഗോത്രങ്ങളെ അവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു. വഞ്ചനയുള്ള വില്ലുപോലെ അവർ മാറിക്കളഞ്ഞു. അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു. വിഗ്രഹങ്ങളെ കൊണ്ട് അവന് തീഷ്ണത ജനിപ്പിച്ചു. ദൈവം കേട്ട് ക്രുദ്ധിച്ചു. ഇസ്രായേലിനെ ഏറ്റവും വെറുത്തു. അവിടെ വചനഭാഗം നമ്മൾ കേൾക്കുവാണെങ്കിൽ ദൈവം നടത്തിയ വഴികൾ അത്ഭുതം തന്നെയാണ്. ഇന്നും ഇസ്രായേൽ മക്കളെ നടത്തിയ ദൈവത്തിൻ്റെ മഹത്വമൊക്കെ ഓർക്കുമ്പോൾ തന്നെ എന്തിനധികം ദൈവമക്കളെ അതൊന്ന് ഓർത്താൽ മതി. ആ ഓർക്കുന്നിടത്ത് ദൈവപ്രവൃത്തിയാണ്. അത്ര മഹത്വമാണ്. അത്ര മഹത്വമുള്ള രക്ഷിതാവ് ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇവിടെ വചനം നമ്മളെ കേൾപ്പിക്കുന്നു, അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. അവരുടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. ചെറിയൊരു കാര്യമാണോ? ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. ഒരു പേടിയില്ലാതെ അവർ വഴി നടന്നു. സ്തോത്രം. അവൻ അവരെ തൻ്റെ വിശുദ്ധ ദേശത്തിലേക്കും തൻ്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നെന്നാണ് വചനം നമ്മളെ കേൾപ്പിക്കുന്നത്. എത്ര അത്ഭുതകരമായിട്ട് ദൈവം കൊണ്ടുവന്നു. സ്തോത്രം. അലഞ്ഞു നടന്ന ഒരനുഭവമായിരുന്നില്ല. കർത്താവ് കരം പിടിച്ച് കൊണ്ടുവന്നാൽ കൊണ്ടുവരേണ്ടടുത്ത് എത്തേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നെത്തിക്കുക തന്നെ ചെയ്യും. പക്ഷേ തൻ്റെ ജനം മറന്നുപോയെന്നുള്ളതാണ് നമ്മളിവിടെ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഓർക്കുന്നത്. അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞ് ചരടുകൊണ്ടളന്ന് അവർക്ക് അവകാശം പകർത്തു കൊടുത്തു. അവകാശം, മക്കളെങ്കിലോ ഒരവകാശികളാ. അവകാശം കൊടുത്തുകൊണ്ടാ ദൈവം കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നത്. ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെ അവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചെന്ന വചനം. ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് ആമേൻ. ദൈവത്തിൻ്റെ ജനത്തിന് അർഹതപ്പെട്ടത് ജാതികൾ അവിടെ കൈയടക്കിയെങ്കിൽ ജാതികളെ മാറ്റി പാർപ്പിച്ചുകൊണ്ട് തൻ്റെ ജനത്തിന് അളന്നു കൊടുത്ത ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാലും വചനം നമ്മളെ കേൾപ്പിക്കുന്നത്, എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചെന്ന്. ഈ മത്സരമല്ലേ ദൈവമക്കളെ പലർക്കും പലതും നഷ്ടപ്പെട്ടു പോകുന്നത്. ദൈവം നടത്തിയ ഉപകാരങ്ങൾ മാത്രം ഒന്ന് ഓർത്താൽ മതി. എന്തിനു മത്സരിക്കാൻ? എന്ത് കണ്ട് മത്സരിക്കാൻ? സ്തോത്രം. മത്സരിച്ച് നേടിയതല്ല ഒന്നും. കർത്താവിൻ്റെ കരുണ കൊണ്ട് മാത്രം നേടിയവരാ. മുൻപോട്ടും അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ മത്സരിക്കാനൊന്നുമില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നോർത്താൽ ഇത്രയൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്നൊന്ന് ചിന്തിച്ചാൽ കിട്ടിയ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ പാടിയും വാഴ്ത്തിയൊക്കെ കഴിഞ്ഞു പോകും. എന്നാൽ കിട്ടിയത് പോരാ എന്ന് ഒരു മനസ്സിലൊരു തോന്നൽ വരുമ്പോഴാണ് എനിക്ക് ഇത്രയും പോരായിരുന്നു, എനിക്ക് ഇത്രയും കിട്ടിയത് പോരായിരുന്നു, ഈ ചിന്താഗതിയൊക്കെ കടന്നു വരുമ്പോഴാണ് ദൈവമക്കളെ നമ്മൾ കൊണ്ടുവന്ന വഴിയും മറക്കും. അർഹതയില്ലാതെ ദൈവം ധാരാളമായി തന്ന എല്ലാ ഉപകാരങ്ങളും മറന്നുപോകും. അങ്ങനെ മറക്കുവാൻ ഒരിക്കലും ഇടയാകാതിരിക്കട്ടെ. സ്തോത്രം. അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ചതുമില്ല എന്നാ വചനം പറഞ്ഞ്. കർത്താവിൻ്റെ സാക്ഷ്യത്തെ പ്രമാണിക്കേണ്ട മക്കൾ എന്ത് പെട്ടെന്നാ എല്ലാം മറന്നുപോയത്. അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു എന്നാ വചനം. എളുപ്പമായിരുന്നു എല്ലാവർക്കും ദ്രോഹം ചെയ്യാനും ആ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ഒരു മനസ്സുണ്ടാകാൻ എളുപ്പമുണ്ടായിരുന്നു. പക്ഷേ തന്ന ദൈവം അങ്ങനെ പെട്ടെന്ന് നമ്മളെ ചോദിക്കാതെ പോകത്തില്ല ദൈവമക്കളെ. ഈ തന്ന ദൈവത്തിന് കണക്കുണ്ടല്ലോ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദിയോടുകൂടി നിൽക്കേണ്ട മക്കൾ നന്ദി കെട്ടവരായി പോകുമ്പോൾ അവിടെ കൊണ്ടെല്ലാം തീരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ജീവിക്കുന്ന ദൈവമാണ്. അഗ്നിജാലക്കൊത്ത കണ്ണോടുകൂടി നോക്കുന്ന ഈ കർത്താവിൻ്റെ കണ്ണ് മറച്ച് എങ്ങോട്ട് ഓടിപ്പോകാൻ. അതുകൊണ്ട് ഈ മത്സരമായിരുന്നു നമ്മുടെ സകല തകർച്ചയ്ക്കും കാരണമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് രക്ഷപ്പെടുവാൻ ഇടയാകട്ടെ. വചനം പറയുന്നത്, വഞ്ചനയുള്ള വില്ലുപോലെ അവർ മാറിക്കളഞ്ഞു. അവർ തങ്ങളുടെ പൂജാഗിരികളെ കൊണ്ട് അവനെ കോപിപ്പിച്ചു. വിഗ്രഹങ്ങളെ കൊണ്ട് അവനെ തീഷ്ണത ജനിപ്പിച്ചു. ദൈവം കേട്ട് ക്രോധിച്ചു. ഇസ്രായേലിനെ ഏറ്റവും വെറുത്തത്.
ഇത്രമാത്രം സ്നേഹിച്ച് കൈമിടുക്കോടെ കൊണ്ടു നടന്ന ഈ ദൈവം എത്തേണ്ട സ്ഥലത്തിലെത്തി വേണ്ടതെല്ലാ ഉപകാരങ്ങളും നൽകിക്കൊണ്ട് അർഹതയില്ലാത്ത ദാനങ്ങൾ കൊണ്ട് കർത്താവ് നിറച്ചപ്പോൾ ദൈവമക്കളെ കിട്ടിയ ഉപകാരങ്ങൾ ഒരു നിമിഷം മറന്നു പോയത് കൊണ്ട് ഈ ദൈവം ഇസ്രായേലിനെ മറക്കുന്നൊരു അനുഭവമായിപ്പോയി. ദൈവത്തെ മറക്കാൻ ഒരിക്കലും ഇടയാകാതിരിക്കട്ടെ. ദൈവം തന്ന ഉപകാരങ്ങൾക്ക് അന്ത്യം വരെ നന്ദിയുള്ളവരായി തീരുവാൻ കർത്താവ് ഒരുക്കട്ടെ. ദൈവം തന്നത് മതി ദൈവമക്കളെ, അല്ലാതെ നമുക്കൊന്നും വേണ്ട. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നോർത്താൽ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലൂടെ കഴിഞ്ഞ നാളുകളൊക്കെ ഒന്നോർത്താൽ ഈ ദൈവം പോറ്റി പുലർത്തിയ നന്മയോർത്താൽ ആയുഷ്കാലം പോരാ ദൈവമക്കളെ നന്ദി പറഞ്ഞു തീർക്കാൻ. അതുകൊണ്ട് ഒരിക്കലും ഒരു കുറവ് വന്ന് ഭവിക്കാതെ ദൈവം തന്ന ഉപകാരങ്ങൾക്ക് നന്ദിയുള്ളവരായി തീരുവാൻ കർത്താവ് ഒരുക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്നന്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പിഴകളെയും പിതാവ് പൊറുക്കണമേ. ഒരർഹതയില്ലാത്ത ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദാനമായി തന്ന നന്മകളല്ലാതെ ഒന്നുമില്ല കർത്താവെ. ദൈവമായ കർത്താവ് അവിടുന്ന് നൽകിയ സകല ഉപകാരങ്ങൾക്കും അരക്ഷയുടെ പാനപാത്രം എടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാവീദ് രാജാവ് ദൈവസനിൽ അപേക്ഷിച്ചതുപോലെ ഒരു നിർമ്മലമായ ഹൃദയം, അത് മാത്രം മതി കർത്താവെ. ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവെ ജീവനുള്ള കാലം എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നിർമ്മലമായൊരു ഹൃദയം മാത്രം ദാനമായി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ കരം പിടിച്ച് നടത്തുന്ന കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടതിന് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷക്കാരായി തീരുവ കർത്താവ് ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. സ്തോത്രം.